നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന നേരത്തിൽ നമുക്ക് ഒരു ഗ്ലാസ്സിൽ മുട്ട ഒന്ന് ഒഴിച്ച് കൊടുക്കാം. മുട്ടയൊന്ന് എടുത്തിട്ട് അടിച്ച് കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് മുട്ടേനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് നുറുക്കി ചെറിയ ഉള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരിമുളകാണ്. കാന്താരിമുളക് ചെറുതായിട്ട് നുറുക്കിയത് ഒരു 3-4 നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമുക്കതിലേക്ക് നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാന്താരിമുളകാണ്. അപ്പോൾ അത് കാന്താരിമുളക് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും നമുക്ക് ഇതുപോലെ തന്നെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു പിടിയാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. നല്ല രുചിയുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇതാ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനിയും നമ്മൾ ഗ്ലാസ്സിൽ പൊട്ടിച്ചൊഴിച്ച് അടിച്ച് വെച്ച് മുട്ട ഒഴിച്ച് കൊടുക്കുക. അതൊഴിച്ചിട്ട് നമുക്കതൊന്ന് കട്ട നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ. ചെറുതായിട്ട് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഞാനതിലേക്ക് ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നീര് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ചൊന്ന് ഇളക്കിയെടുക്കാം. വളരെ എളുപ്പം ഇത് റെഡിയാവും കേട്ടോ. അപ്പോൾ നല്ലൊരു തോരനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല രുചികരമായൊരു തോരനാണ്.